അതുവഴി വന്ന ജര എന്ന രാക്ഷസി ആ രണ്ട് ശരീരഭാഗങ്ങൾ കാണാനിടയായി. അവർ അതെടുത്ത് ചേർത്ത് വെച്ചു. പെട്ടെന്ന് ആ ശരീരഭാഗങ്ങൾ ഒരു ജീവനുള്ള കുഞ്ഞായി മാറി. പിന്നീട് ആ രാക്ഷസി കുഞ്ഞിനെ മഹാരാജാവിന് കൈമാറി. ജര ചേർത്ത കുഞ്ഞായതിനാൽ ജരാസന്ധൻ എന്ന നാമം നൽകി. ജരാസന്ധൻ വളർന്നപ്പോൾ ശക്തനായ യോദ്ധാവായി മാറി. കംസൻ ജരാസന്ധന്റെ മരുമകനാണ്. കൃഷ്ണന്റെ വലിയൊരു ശത്രുവായിരുന്നു ജരാസന്ധൻ. മധുരയെ 17 തവണ ജരാസന്ധൻ ആക്രമിച്ചിട്ടുണ്ട്. എല്ലാ തവണയും കൃഷ്ണനും സംഘവും അയാളെ തോൽപ്പിച്ചു. യുദ്ധം വീണ്ടും ആവർത്തിക്കാതിരിക്കാൻ കൃഷ്ണനും യാദവരും മധുര ഉപേക്ഷിച്ച് ദ്വാരകയിലേക്ക് താമസം മാറി. ജരാസന്ധനെ വധിക്കുന്നത് പാണ്ഡവനായ ഭീമനാണ്. 13 ദിവസമാണ് ഇരുവരും തമ്മിലുള്ള യുദ്ധം നീണ്ടുനിന്നത്. ശ്രീകൃഷ്ണൻ ഭീമനോട് ജരാസന്ധന്റെ ദൗർബല്യം പറഞ്ഞു കൊടുക്കുന്നതുവരെ ആ യുദ്ധം തുടർന്നു. തുടർന്ന് ഭീമൻ ജരാസന്ധനെ രണ്ടായി പിളർത്തി ശരീരഭാഗങ്ങൾ എതിർദിശയിൽ എറിഞ്ഞാണ് അയാളെ വധിക്കുന്നത്.